ത്തിലുള്ളാലം കുലം മറുകിൻ്റെ ദാലേലം ഹറം മറുകിൻ്റെ തീനാലം കെടുത്തി കറാമത്തുൽ മദനി. രായ ഉള്ളാല കൊല ആളാല തീ പിടിച്ചത് മക്കത്തെ ഹറമു ഫുഡ് തന്നി തേക്കിയിട്ട് അവിടെ തീ പൊലിച്ചിട്ട് മദനി മാലയിലുണ്ട്. ചൊന്നര ഹറമുക്ക് തീ പിടിച്ചിട്ട് അങ്ങനെ തൻ്റെ ബോധിനുള്ളിൽ തന്നിരുന്നാണ് തേക്കിയെന്ന്. അണ്ട് ആ വർഷത്ത് ഹജ്ജി പോയി അങ്ങോട്ട് കേൾക്കുമ്പോൾ ചൊന്നര ഹറമു ഒരു ഭാഗത്ത് പള്ളിയിലെ ഒരു ഭാഗത്ത് തീ പിടിച്ചിട്ട് എല്ലാവരും മല വന്നിട്ട് പൊലിഞ്ഞിട്ട് ഉള്ളാല ചെന്നെങ്കിൽ സാജിൽ ഉലമ സയ്യിദ് അബ്ദുൽ റഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളെ ബർക്കത്തിലും കൂടെ മദഫനായ മറപെട്ട് കിടക്കുടെ ഖുതുബുസ്സമാൻ മുഹമ്മദ് ഷരീഫിൽ മദനി തങ്ങളെ ബർക്കത്തിൽ ഈ ഉള്ളാല നല്ല പേരുകൾ വന്നത്. അതേപോലെ താജുൽ ഉലമ മരിച്ചെങ്കിലും അയാളെ ആശയ അയാളെ ആദർശ അത് മരിച്ചിട്ടില്ല. അത് ഇനി ഉണ്ട് ഖിയാമത്ത് നിലനിൽക്കണമെന്ന് ചെന്നിട്ടുള്ള വിദേശത്തിൽ അഡൽട്ട് കമ്മിറ്റി അനീഫ് ഹാജി തുടങ്ങിയ അയാളെ ഭാരവാഹി അയാളെ പരിവാരത്തെങ്ങളെ ചേരിട്ട് ഇവിടെ നല്ല നല്ല കാര്യക്രമമാക്കിക്കൊണ്ടുള്ള ഉള്ള ഞങ്ങൾ വേലാസ ഉച്ചൽ പിന്നെ ഉച്ചൽ പിന്നെ വെള്ളിയാസ റജാക്കട. ഇത് നബിയുടെ കാലത്തിൽ ഇല്ലന്ത്, അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളെ കാലത്തിലും ഇല്ലന്ത്, ഉമർ ഇബ്നുൽ ഖത്താബിയുടെ അധികാരത്തെ ഫസ്റ്റിലും ഇല്ലന്ത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഘോഷണയാൽ ഘോഷണയാക്കിയിട്ട് വേലാസ ഉച്ചൽ പിന്നെ വെള്ളിയാസ രജയായി ഒന്നുണ്ട്. ഏതാ ഒരു ഭാഗത്തേക്ക് യുദ്ധത്തുക എന്താ പോയിന്നാറ് അങ്ങനെ പോയത് വണ്ടിയത് കാണില്ലാണ്ടാകുമ്പോ നാല് കുറെ ആയിട്ട് മദീനക്കാർ പരിഭ്രമിച്ചു പോയാൽ രാജാവിവിടെ പോയിട്ട് രാജാവിന്റെ കാണില്ല. ഇങ്ങനെ ഇക്കുമ്പത്തുകോ മദീനക്കാർ ബേജാറിലും വിപ്പുറത്തിലും അങ്ങനെ ആയപ്പ ബന്ധു നാലേക്ക് ബന്ധു പോലാണ്ട്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണാക്കോ ഇല്ലല്ലേ, പിന്നെന്തും ലാൻഡ് ഫോണാക്കണ കൂടെ ഇല്ലല്ലേ. അങ്ങനെ നാലേക്ക് ബന്ധു ചെന്നിട്ട് വിഷയപ്പ ഉള്ള മദീനത്തെല്ലാം സന്തോഷമായി പോയിട്ട് റാഹത്തായി പോയിട്ട് മാത്രല്ല അയാൾ ബന്റെ തെരുവ് ആ തെരുവ് എത്രമാം ദൂരത്തുകോ മദീനത്തെ പള്ളിയിൽ പഠിക്കലെങ്കിലത്തെ ഖുർആന് പഠിക്കുന്ന മക്ക, ഹദീസ് പഠിക്കുന്ന മക്ക, ബാക്കി കിതാബോധന മക്ക, ശരീഅത്ത് പഠിക്കലെങ്കിലത്തെ എല്ലാ മക്ക. അതുപോലെ മദീനക്കാർ ബാലക്കാരും വയസ്സരങ്ങും എല്ലാവരും ചേരിട്ട് രാജാവ് ബന്റെ മോത്തുകോ ഇങ്ങനെ എതിരേൽക്കൊണ്ടു പോയാൽ നോക്കുമ്പോൾ രാജാവ് ഈ ഒരു സമൂഹത്തെ ഈ ഒരു മെറവണികരെ ഈ ഒരു ജാതര കണ്ടെങ്കിൽ രാജാവ് വല്ലാത്ത സദൃശ്യായി വെച്ച് എന്തിനു പോവാൻ അത്ര ആയിരം ചേരിയാണ് ഞങ്ങൾ രാജാവിടെ എതിരേൽക്കണം. അങ്ങനെ സന്തോഷമായിട്ട് രാജാവ് മദീനത്തെ പള്ളി വന്ന് എത്തിയിട്ട് അവിടെ ഒരു ഘോഷണ ഒരു വിഷയ ഘോഷണാക്കിയാർ. ഇതിൽ പിന്നെ ഈ വാരത്തിൽ പിന്നെ വേലാസ ഉച്ചൽ പിന്നെ വെള്ളിയാസ ദർസ് പഠിക്കട്ട്, ശരീഅത്ത് കോളേജ് പഠിക്കട്ട്, ഇൽമു പഠിക്കുന്ന ഏത് സ്ഥലം ഉണ്ടാ അവിടെയല്ല വേലാസ ഉച്ചൽ പിന്നെ വെള്ളിയാസ രജാൻ ചെന്നിട്ട് രാജാവ് ഘോഷണാക്കി. ഈ ഘോഷണയ്ക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും നടന്നരെങ്കിൽ അതിൽ ഹൈറും ബർക്കത്തും ഇല്ലാണ്ടായിട്ട് പോട്ട് ഓരോന്നാണ്. ഈ സംഭവത്തെ
ഷറഉൽ ഹുബാബും ചൊല്ലിയ കിതാബിലു ഇബ്നു ഹജർ തങ്ങ എടുത്തു ചൊന്നു ഇങ്ങനത്തെ ഈ ഘട്ടനയുടെ അതേപോലെ ഈ ഘട്ടനയുടെ ഷർക്കാവിയിൽ അലിയ സിബിറാമുള്ള ഹോജ അങ്ങ ചൊന്നറാറ് അതവിടെ ചൊന്നറാറ് ഈ നാണ് പാസ്സാക്കിയെങ്കിലത്തെ ഈ മേലാസെ ഉച്ചൽ പിന്നെ വെള്ളിയാസെ റജയാൻ ചെന്നിട്ട് ഘോഷനാക്കി വിപരീതമായിട്ട് ആരെങ്കിലും നടന്നെങ്കിൽ അതിൽ ഹൈറും വർക്കത്തും ഇല്ലാണ്ടായിട്ട് പോട്ട് പോകണം ഉണ്ട്. അതേപോലെ റജയിൽ എന്ത് ദുനിയാവുള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ ചില പക്കത്തില് മക്കൾക്ക് സാലെ റജയില്ലാണ്ട് ഓത്തുക്കും റജ ആക്കണമെന്ന് ചൊല്ലിയ ഉദ്ദേശത്തില് ചില ആള് വെള്ളിയാസ വേലാസ ഉച്ചല് പിന്നെ വെള്ളിയാസ ഓത്താക്കിടാറ്, ശനിയാസ ഉച്ചല് പിന്നെ ഞായറാസ റജാക്കിടാറ്. അതിൽ ഹൈറും ബർക്കത്ത് കണ്ടിട്ടായില്ല. എപ്പ രാജാവ് ഘോഷനാക്കി ചൊന്നറാ അവനെ ഘോഷണയ്ക്ക് വിരുദ്ധമായിട്ട് തങ്ങൾ നടന്നെങ്കിൽ കണ്ടിട്ട് തങ്ങൾ അതിൽ ഹൈറും ബർക്കത്തില്ല. എല്ലാ മാനേജ്മെന്റ് രംഗവും അതുപോലെ അധികാരപ്പെട്ട ഘോഷനാക്കി ചൊല്ലിടോ എങ്ങനെ എന്ത് പണ്ട് വേലാസ ഉച്ചല് പിന്നെ വെള്ളിയാസ റജ അതേപോലെ ഇക്കട്ട് അതിലേക്ക് വിപരീതമായിട്ട് നടക്കണോ പോകണ്ട. നടക്കോ പോയെങ്കിൽ അതിൽ ഹൈറും ബർക്കത്തും ഇല്ലാണ്ടായി പോകും. ഈ ഉള്ളാല ജന്താലെ കൊണ്ട് മഷഹൂറായിരുന്നു താജുൽ ഉലമ വന്നു ഖുത്ബുൽ സമാൻ മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെ ബർക്കത്ത് കൂടെ ഇനിയും നല്ല നല്ല കാര്യക്രമമായിട്ട് പോകണം. അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ആക്കിയോണ്ട് പോകണമെങ്കിൽ അള്ളാഹു നിങ്ങൾ സൗഖ്യ ഒതക്കപ്പാട്ട് ചെയ്ത് തരട്ടെ എന്നിട്ട് അതൊക്കെ പറയണം. രണ്ട് വിളിച്ചെങ്കിത്തെ നേതാക്കന്മാർക്കും അധികാരപ്പെട്ട ഞങ്ങൾക്കും എല്ലാ കൃതജ്ഞത ചെന്നിട്ടു എൻ്റെ പലക്കത്തെ നാന്ദി പറ്റേ. അൽഹംദുലില്ലാഹ്.